കാസർഗോഡ് പെരിയ ദേശീയപാതയ്ക്ക് സമീപം കുഴിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണെന്നാണ് സംശയം. ദുർഗന്ധത്തെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. ഷെഫീഖ് നസ്രുള്ളയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷെഫീഖ്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടത്? ഇതാരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? കാസർഗോഡ് പെരിയയ്ക്ക് സമീപം ദേശീയപാതയ്ക്ക് സമീപത്താണ് കുഴിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങൾ ഷെഫീഖ് നസ്രുള്ള നൽകും. ഷെഫീഖ്, ഇത് എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്? ഇത് ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയുടെ പെരിയ ജവഹർ നവോദയ വിദ്യാലയയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു പെട്രോൾ പമ്പുണ്ട്. അതിന്റെ പറമ്പിൽ വേസ്റ്റ് കുഴിയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർ ഇതിന്റെ ദുർഗന്ധം അറിഞ്ഞ് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മൃതദേഹം കിടക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഇവിടെ മൃതദേഹമുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരുടേതാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മൃതദേഹം ആ കുഴിയിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാവാം എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഈ പ്രദേശത്ത് ആരും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മിസ്സിംഗ് ഇല്ല. അത്തരം മിസ്സിംഗ് റിപ്പോർട്ട് കേസുകളൊന്നും ബേക്കൽ പോലീസ് പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ പ്രദേശത്ത് ധാരാളം കൺസ്ട്രക്ഷൻ നടക്കുന്നുള്ളത് കൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുറെ ക്യാമ്പുകളുണ്ട്. അതോടൊപ്പം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമുള്ള തൊഴിലാളികൾ ധാരാളമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള ആരുടെയെങ്കിലും ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് ബേക്കൽ പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി ഫോറൻസിക് വിഭാഗം ഇവിടെ എത്തേണ്ടതുണ്ട്. ഫോറൻസിക് വിഭാഗം എത്തി പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ കുഴിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുക. മൃതദേഹം പുറത്തെടുത്തതിന് ശേഷമാണ് ആരുടേതാണ് എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിയൂ. 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിന്റെ ദുർഗന്ധം തൊട്ടടുത്ത വീട്ടിൽ ഉള്ളവർക്ക് മനസ്സിലാക്കുകയും അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മൃതദേഹം ഈ കുഴിയുടെ അകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ അവർ ബേക്കൽ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് മൃതദേഹം സ്ഥിരീകരിച്ചത്. ഇനി കുഴിയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം എത്തിയതിനു ശേഷം പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ കുഴിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കും. ഇതര സംസ്ഥാന തൊഴിലാളിയുടേതാണ് എന്നൊരു പ്രാഥമിക മാത്രമേ ഇപ്പോൾ ഷെഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും.